ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 5. അപരേയമിതസ്ത്വന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഈ പ്രകൃതി അപരയാകുന്നു. ഇതിൽ നിന്നും അന്യയായ ജീവഭൂതയായ എൻ്റെ പരാപ്രകൃതിയെ നീ അറിയൂ. യാതൊന്നിനാലാണോ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത് അതാകുന്നു പരാപ്രകൃതി. ഇവിടെ ഈശ്വരൻ്റെ മായാശക്തി 2 പ്രകാരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ വിസ്തരിക്കപ്പെട്ട 8 പ്രകാരത്തിൽ വിഭജിക്കപ്പെട്ട ആ പ്രകൃതി അപരയാണ് എന്ന് പറയുകയാണ്. അപര എന്ന് പറയുമ്പോൾ പരയല്ലാത്തത് എന്നാണ് അർത്ഥം, ശ്രേഷ്ഠയല്ലാത്തത്. പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. അപ്പം ശ്രേഷ്ഠമല്ലാത്ത പ്രകൃതി അതാണ് അപര. അതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ അനേകം അനർത്ഥങ്ങളിൽ നമ്മളെ ചെന്ന് ചാടിക്കുന്നത്, നമ്മളെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് നികൃഷ്ടയാണ്, അശുദ്ധയാണ്, അനർത്ഥകാരിയാണ് എന്ന് പറയുകയാണ്. അനേകം അനർത്ഥങ്ങളെ നമ്മെ കൊണ്ട് ചെയ്യിച്ച് ഈ സംസാരത്തിലെ സർവക്ലേശങ്ങൾക്കും കാരണഭൂതയായി നിൽക്കുന്നത് ഈ അപരാപ്രകൃതിയാണ്. നാമത്താലും രൂപത്താലും തീർത്തും വിഭിന്നയായതുകൊണ്ട് അത് സംസാരകാരിണിയാണെന്ന് മാത്രമല്ല, അത് സംസാര ബന്ധനത്തിന് കാരണവുമാണ്. നമ്മളെ ബന്ധിച്ച് നിലനിർത്തുക. കാരണം പലതായി കണ്ട് നമ്മളെ മോഹിപ്പിക്കുകയാണ് പലതരത്തിൽ. അത് നല്ലതാണ്, ഇത് ചീത്തയാണ്, അത് നല്ലവനാണ്, ഇത് ചീത്തയാണ്, ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ് എന്നുള്ള വ്യത്യസ്തങ്ങളായ അനേകം ഭാവങ്ങളിൽ വിഭക്തമാക്കിക്കൊണ്ട് അത് കൊള്ളാമല്ലോ, ഇത് കൊള്ളില്ലല്ലോ എന്നൊക്കെയുള്ള അങ്ങനെ മോഹിപ്പിച്ച് ഈ സംസാര ബന്ധനത്തിന് കാരണമാണത്. അപ്പം ഇങ്ങനെ 8 പ്രകാരത്തിലുള്ള ഈ പ്രകൃതിയെ അപര എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഈശ്വരൻ്റെ പരാപ്രകൃതി മറ്റൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതെന്തെന്നറിയാൻ വേണ്ടി ഉള്ള ജിജ്ഞാസയും നമുക്ക് ഉണ്ടാവണം, അതായത് ഉണ്ടാകാറുണ്ട്. ഈ ജിജ്ഞാസയ്ക്ക് സമാധാനമായിട്ട് പരാപ്രകൃതിയെ പരിചയപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിലെ ബാക്കിയുള്ള ഭാഗത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പരാപ്രകൃതിയെ നീ അറിഞ്ഞാലും എന്നാണ് ഇവിടെ മഹാബാഹോ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പരാപ്രകൃതിയെ വിശേഷിപ്പിക്കുന്നത് ജീവഭൂതാം എന്നാണ്, അതായത് ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്നത് എന്നർത്ഥം. അപ്പോൾ 13-ാം അധ്യായത്തിൽ ഈ ജീവാത്മഭാവത്തെ ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നുള്ള 13-ാം അധ്യായത്തിൽ പ്രാണധാരണ നിമിത്തഭൂതാം എന്ന് പറയുന്നുണ്ട്. അതായത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥമെന്നും ആ ശരീരത്തെ ആപാദമസ്തകതലം അറിഞ്ഞു വർത്തിക്കുന്ന ജീവാത്മാവാണ് ഈ ക്ഷേത്രജ്ഞൻ. കണ്ണിനെയും കാതിനെയും നാക്കിനെയും മൂക്കിനെയും ത്വക്കിനെയും എന്ന് വേണ്ട ഈ ശരീരം ഞാനാണ്, വെളുത്തതാണ്, കറുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ അറിയുന്ന ഒരാളുണ്ടാവുമല്ലോ, ഈ ശരീരസംഘാതത്തെ നോക്കിക്കാണുന്ന ഒരാളുണ്ടല്ലോ, അതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ജീവാത്മാവാണ് പ്രാണനെ ധരിക്കുന്നത്. പ്രാണൻ പോയാൽ ശരീരം പോയി. അപ്പം ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രാണൻ തുടങ്ങിയ ഉപാധികളെയും എല്ലാം ധരിച്ച് ജീവാത്മാവായി വർത്തിക്കുന്ന യാതൊരു ഭാവമുണ്ടോ അതാണ് ഈ ക്ഷേത്രജ്ഞ ലക്ഷണമായ പരാപ്രകൃതി എന്ന് പറയുകയാണ്.
അപ്പം ജീവനാണ്, ജീവഭാവം എന്നൊക്കെ പറയുമ്പോൾ ജീവാത്മഭാവമാണ് പരാ, അത് ശ്രേഷ്ഠമായതാണ്. ആ ജീവൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് പിന്നെ അനേകം ജന്മങ്ങളെടുത്ത് ആ അനർത്ഥകാരിയായിരിക്കുന്ന ജീവിതം നമുക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഈ ജീവഭാവത്തെ, ക്ഷേത്രജ്ഞനായ ജീവഭാവത്തെ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ ആരറിയുന്നുവോ അതാണ് ക്ഷേത്രജ്ഞൻ. ഇങ്ങനെ ആ പരാപ്രകൃതിയാൽ, ജീവാത്മഭാവത്തിന് ഹേതുവായ പ്രകൃതിയാൽ ഈ സ്ഥാവര ജംഗമഭാവത്തിലുള്ള സമസ്ത പ്രപഞ്ചവും ധരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആ 8 തരത്തിൽ വിഭജിക്കപ്പെട്ട അപരാപ്രകൃതി ജഡങ്ങളാണ്. അതിനെയാണ് നമ്മൾ പഠിച്ചത് അവ നികൃഷ്ടാ പ്രകൃതി എന്ന് പറഞ്ഞത്. അതിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യ വിശേഷമുണ്ട്. ചൈതന്യം ഇല്ലെങ്കിൽ അത് വെറും ജഡങ്ങളാണ്. ആ ചൈതന്യ വിശേഷത്തെ, അതായത് ആ ജഡോപാധികളായ ശരീരമനോബുദ്ധികളെ സചേതനങ്ങളാക്കി പ്രവർത്തിപ്പിക്കുന്ന യാതൊരു ചൈതന്യമുണ്ടോ അതാണ് ജീവചൈതന്യം, അതാണ് പരാപ്രകൃതി. ഈ ചൈതന്യത്തിൻ്റെ ഈ പരാപ്രകൃതിയുടെ സമ്പർക്കം ഇല്ലെങ്കിൽ ഈ ശരീരം തുടങ്ങിയ ഉപാധികൾക്ക് പ്രവർത്തിക്കാനോ നിലനിൽക്കാനോ സാധ്യമല്ല. അപ്പം ഈ ശരീരസംഘാതങ്ങൾക്ക് എല്ലാറ്റിനും ഉണ്മ നൽകുന്നതും ഈ പ്രപഞ്ച വ്യവഹാരം നടത്തിക്കൊണ്ടുപോകുന്നതും പരാപ്രകൃതിയാണ്. അതിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഇല്ലെങ്കിൽ നാം വെറും ബാഹ്യമായ ഒരു മണ്ണുകട്ട പോലെയൊക്കെ ഉള്ളത് സാധനം മാത്രമാണ്, ജഡമായൊരു വസ്തുവാണ്. അതേപോലെ തന്നെ ആന്തരികമായിട്ടോ ഒരു ബാഹ്യമായിട്ടോ ഒരനുഭവവും നമുക്കുണ്ടാവുകയുമില്ല. അതൊക്കെ ഈ പരാപ്രകൃതി എന്ന് പറയുന്ന ഈ ജീവചൈതന്യത്താലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദർശിക്കാവുന്ന എല്ലാ വിഷയങ്ങളും, കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന, അത് മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്ന എല്ലാ വികാരങ്ങളും, ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്ന എല്ലാ വിചാരങ്ങളും ചേർന്ന ആ മൊത്തം അനുഭവ മണ്ഡലമാണ് ജഗത്ത്. അത് സ്ഥൂല പ്രപഞ്ചം മാത്രമല്ല. അപ്പം ഈ ജഗത്തിനെ മുഴുവൻ ധരിച്ച് നിലകൊള്ളുന്ന യാതൊരു പ്രകൃതിയുണ്ടോ അതിനെയാണ് പരാപ്രകൃതി എന്ന് പറയുന്നത്. അത് ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളൊക്കെ നടക്കുന്നത് ഈ പരാപ്രകൃതിയിലാണ് എന്നർത്ഥം.